ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 2 ദിവസത്തെ പ്രത്യേക ചർച്ചയ്ക്ക് രാജ്യസഭയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് നാളെ മറുപടി പറയും. തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ വിട. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് ആഗോള മുഖം നൽകിയ പ്രതിഭാശാലിയാണ് വിടവാങ്ങിയതെന്ന് പ്രധാനമന്ത്രി. രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. ധീര സൈനികർക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയ്ക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 4ാം ദിവസവും മികച്ച പ്രേക്ഷക പങ്കാളിത്തം. ഇന്ന് 67 സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. ലോക ചെസ് ചാമ്പ്യൻ കിരീടം നേടി തിരിച്ചെത്തിയ ഡി കുകേഷിന് ചെന്നൈ വിമാനത്താവളത്തിൽ വൻ സ്വീകരണം. വാർത്തകൾ വിശദമായി. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി 2 ദിവസത്തെ പ്രത്യേക ചർച്ചയ്ക്ക് ഇന്ന് രാജ്യസഭയിൽ തുടക്കമായി. ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കേണ്ട സമയമാണിതെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന 15 വനിതകൾ ഉൾപ്പെടെയുള്ളവർക്ക് ധനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യസഭയിൽ ചർച്ചയ്ക്ക് മറുപടി നൽകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിലും ചർച്ച നടന്നിരുന്നു. തബല മാന്ത്രികൻ ഉസ്താദ് അല്ലാരഖ സാക്കിർ ഹുസൈൻ വിടവാങ്ങി. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 6 പതിറ്റാണ്ട് നീണ്ട കലാജീവിതത്തിൽ 4 ഗ്രാമി അവാർഡുകൾ സാക്കിർ ഹുസൈൻ നേടി. 1988ൽ പത്മശ്രീയും 2002ൽ പത്മഭൂഷണും 2023ൽ പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് ആഗോള മുഖം നൽകിയ പ്രതിഭാശാലിയെയാണ് നഷ്ടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയ്ക്ക് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് ശ്രീലങ്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചു. രാജ്ഘട്ടിലെത്തിയ അനുരകുമാര ദിസനായകെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റും തമ്മിൽ ഉഭയകക്ഷി ചർച്ച പുരോഗമിക്കുകയാണ്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് എത്തിയത്. ബീഹാറിലെ ബോധഗയയും അദ്ദേഹം സന്ദർശിക്കും. രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. 1971ലെ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് വിജയ് ദിവസ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മറ്റ് കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ധീര സൈനികർക്ക് വിജയ് ദിവസ് ആശംസകൾ നേർന്നു. 1971ലെ യുദ്ധത്തിലാണ് പാകിസ്ഥാൻ സേനാ മേധാവി ജനറൽ എ ഖാൻ നിയാസിയും 93,000 സൈനികരും ഇന്ത്യൻ സൈന്യവും മുക്തി ബാഹിനിയും അടങ്ങുന്ന സഖ്യസേനയ്ക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങിയത്. രാജ്യത്തെ ഡിഫൻസ് എസ്റ്റേറ്റുകൾ സ്വയം പര്യാപ്തത ആവാസ വ്യവസ്ഥയായി വികസിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ 7ാമത് ഡിഫൻസ് എസ്റ്റേറ്റ് ദിന പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വികസനം, ദേശീയത, സുരക്ഷ, ജനങ്ങളുടെ ക്ഷേമം എന്നിവ ഭരണഘടനയുടെ ആമുഖത്തിലൂടെ നോക്കിക്കാണണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ചെറുനഗരങ്ങളിൽ സംരംഭകർക്ക് യോജിക്കുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിൽ ചീഫ് സെക്രട്ടറിമാരുടെ 4ാമത് ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി സംസ്ഥാനങ്ങൾ ഭരണ മാതൃക പരിഷ്കരിക്കണം. പ്രകടനം, പരിവർത്തനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര സൌര സഖ്യത്തിൽ ചേരുന്നതിനുള്ള കരാറിൽ മോൾഡോവ ഒപ്പുവച്ചു. ഇതോടെ സഖ്യത്തിലെ അംഗത്വം മോൾഡോവയ്ക്ക് ഔദ്യോഗികമായി ലഭിച്ചു. ശുദ്ധ ഊർജ്ജം, സുസ്ഥിരത തുടങ്ങിയവയ്ക്കായി ആഗോളതലത്തിൽ നടക്കുന്ന കൂട്ടായ പരിശ്രമങ്ങളിൽ പങ്കുചേരാൻ മോൾഡോവയെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. നേപ്പാൾ കരസേനാ മേധാവി ജനറൽ അശോക് രാജ് സിഗ്ഡൽ ഇന്ത്യയിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി കാഠ്മണ്ഡുവിലേക്ക് മടങ്ങി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനറൽ സിഗ്ഡലിന് ഇന്ത്യൻ ആർമിയുടെ ഓണററി ജനറൽ പദവി നൽകി ആദരിച്ചിരുന്നു. സന്ദർശനവേളയിൽ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത അദ്ദേഹം ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയുടെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രവും സമർപ്പിച്ചു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരുമായും അശോക് രാജ് സിഗ്ഡൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കീഴടങ്ങിയ മാവോയിസ്റ്റുകളുടെയും നക്സൽ ആക്രമണത്തിന് ഇരയായവരുടെയും ക്ഷേമത്തിനായി സർക്കാർ സമഗ്രമായ പദ്ധതി ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ കീഴടങ്ങിയ മാവോയിസ്റ്റുകളുമായും അവരുടെ കുടുംബാംഗങ്ങളുമായും ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. भारत सरकार सरेंडर युवाओं का और सरेंडर लोगों के जीवन के कल्याण के लिए और इसके साथ साथ जो नक्सलवाद या हिंसा से पीड़ित लोग उनके कल्याण की समग्रता से योजना भी बना रही. 15,000 मकान भारत सरकार अपने खर्चे से नक्सल प्रभावित क्षेत्र में बना रहा है. NDDB को मैंने जिम्मेदारी दी है कि सारे नक्सल प्रभावित क्षेत्र जो नक्सल से मुक्त भी हो गए हैं. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 4ാം ദിവസമായ ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി 67 സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. മേളയ്ക്ക് മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് ലഭിക്കുന്നത്. അകിറ കുറസോവയുടെ 7 സമുറായ്, ഇറാനിയൻ ചിത്രം മീ മറിയം, ദ ചിൽഡ്രൻ ആൻഡ് 26 others, ബോട്ട് പീപ്പിൾ തുടങ്ങിയ ചിത്രങ്ങളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. അപ്പുറം, മുഖക്കണ്ണാടി, വിക്ടോറിയ, കിഷ്കിന്ധാകാന്ഡം, വെളിച്ചം തേടി, സൌദി വെള്ളയ്ക്ക എന്നിവയാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്ന മലയാളം സിനിമകൾ. വയനാട്ടിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ കാറിൽ വലിച്ചിഴച്ച സംഭവത്തിൽ വധശ്രമത്തിന് മാനന്തവാടി പോലീസ് കേസെടുത്തു. വയനാട് പയ്യമ്പള്ളി കുടൽ കടവിൽച്ചക്ക് ഡാം കാണാനെത്തിയ 2 സംഘങ്ങൾ തമ്മിൽ വാക്കുതർക്കത്തെ തുടർന്നാണ് സംഭവം. ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷ് ഇന്ത്യയിൽ തിരിച്ചെത്തി. ചെന്നൈ വിമാനത്താവളത്തിൽ എത്തിയ ഗുകേഷിന് തമിഴ്നാട് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. സിംഗപ്പൂരിൽ നടന്ന ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജയിച്ച ഗുകേഷ് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന ബഹുമതിയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗാവസ്കർ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ 1ാം ഇന്നിംഗ്സിൽ 445 റൺസെടുത്തു. ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് മഴ കാരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 51 റൺസ് എന്ന നിലയിലാണ്. കോലാലംപൂരിൽ നടന്ന വനിതകളുടെ അണ്ടർ 19 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസെടുത്തു. ഇന്ത്യ 8ാം ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. ഒമാനിലെ മസ്കറ്റിൽ നടന്ന വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ചൈനയെ 2-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം കിരീടം നിലനിർത്തിയത്. 12 ഗോളുകളുമായി ഇന്ത്യയുടെ ദീപിക സെഹ്റാവത്താണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 535 പോയിന്റ് താഴ്ന്ന് 81,598-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 156 പോയിന്റ് നഷ്ടത്തിൽ 24,612-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണ്ണം ഗ്രാമിന് 7,140 രൂപയും പവന് 57,120 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 114ാം പതിപ്പ് ഈ മാസം 29-ന്. പരിപാടിക്കായുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 27 വരെ സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലും നരേന്ദ്രമോദി ആപ്പ്, മൈ ഗവ് ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഗോലാൻ കുന്നുകളിലെ വാസസ്ഥലങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിക്ക് ഇസ്രായേൽ അംഗീകാരം നൽകി. ഇതിനായി $11.13 മില്യൺ അനുവദിച്ചു. സിറിയയിലെ സമീപകാല രാഷ്ട്രീയ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം. ഇതിലൂടെ മേഖലയിൽ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 2 ദിവസത്തെ പ്രത്യേക ചർച്ചയ്ക്ക് രാജ്യസഭയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് നാളെ മറുപടി പറയും. തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈന് വിട. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് ആഗോള മുഖം നൽകിയ പ്രതിഭാശാലിയാണ് വിടവാങ്ങിയതെന്ന് പ്രധാനമന്ത്രി. രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. ധീര സൈനികർക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയ്ക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 4ാം ദിവസവും മികച്ച പ്രേക്ഷക പങ്കാളിത്തം. ഇന്ന് 67 സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. ലോക ചെസ് ചാമ്പ്യൻ കിരീടം നേടി തിരിച്ചെത്തിയ ഡി ഗുകേഷിന് ചെന്നൈ വിമാനത്താവളത്തിൽ വൻ സ്വീകരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.